ഹായ്, ഞാൻ തെസി. ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ നാട്ടിൽ പോവാണ്. സോ ഇന്ന് മുതൽ നാട്ടിലേക്കുള്ള പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ 2 months മുന്നേ ഞങ്ങൾ നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങലുണ്ട്. ഇപ്രാവശ്യം ഇത്തിരി ലേറ്റ് ആയിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ പോവോ ഇല്ലേ എന്നുള്ളൊരു ഉറപ്പായിട്ടില്ലേന്. അപ്പോൾ ഇനി മുതൽ വരുന്ന വീഡിയോസൊക്കെ കൂടുതലും ഷോപ്പിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ഫ്രൈഡേസിൽ മാത്രമാണ് ഇക്കാക്കക്ക് ഫ്രീ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം ഒക്കെ കൂടെ ആകെ ഒരു എന്താ വാങ്ങണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടുന്ന് പപ്സ് വാങ്ങാൻ തുടങ്ങിയതിൻ്റെ ശേഷം എപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും ഫസ്റ്റ് ഒരു പപ്സും ലൈം ജ്യൂസും കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഫൈൻ ഫെയറിലേക്കാണ് കേട്ടോ പോണത്. ഫസ്റ്റ് ഇലൂൻ്റെ ഡ്രസ്സുകളൊക്കെ ചെറുതായിന്. അപ്പോൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവല്ലേ, അപ്പോൾ ഓക്ക് വീട്ടിലേക്ക് ഇടാൻ കുറച്ച് ഡ്രസ്സസ് വാങ്ങണം. പിന്നെ 2-3 കൂട്ടമൊക്കെ പുതിയ ഡ്രസ്സും വാങ്ങണം എന്ന് വിചാരിച്ചു കൊണ്ട് അങ്ങനെ പോവാണ്. പിന്നെ മക്കൾക്ക് അമ്മിമോൻക്കും ആദിക്കും നോക്കണം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിനി നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ആക്കണം കേട്ടോ, എന്നാലും ഞങ്ങൾക്കും കാണല്ലോ എവിടെ നിന്നാണ് വാങ്ങിയത്, ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടെ ജിദ്ദയിൽ തന്നെയുള്ള സബ്സ്ക്രൈബറാണ് പറഞ്ഞത്. അപ്പം അവർക്കും അത് എളുപ്പമാവുമല്ലോ എന്ന് പറഞ്ഞേനി. ആ ഒരു മെസ്സേജ് കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ നാട്ടിലേക്കുള്ള പർച്ചേസിങ്ങൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് വ്ലോഗ്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഫൈൻ ഫെയറിലാണ്. ഇവിടെ ഒരുവിധം കളക്ഷൻസ് ഉണ്ടാവലുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് നല്ല നല്ല കാണുന്ന ഡ്രസ്സസിൻ്റെ ചെറിയ കുട്ടികളുടെയൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നിയതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിന് കേട്ടോ. അത് ആവശ്യമുള്ളവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വെറുതെ വീഡിയോസ് എടുത്തതാണ്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസാണ്. സാധാരണ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഞാനും ഇലും ഒരു ഭാഗത്തും ഇക്കാക്കിയും അമ്മിമോനും ആദ്യം ഒരു ഭാഗത്തുമാണ് ഉണ്ടാവുക. ഒരു ബോയ്സിൻ്റെ സെക്ഷനിലേക്കും പോവും, ഞാൻ ഗേൾസിൻ്റെ സെക്ഷനിലേക്കും വരും. എനിക്കും ഇലൂനും ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഈ ഗേൾസിൻ്റെ ഓരോരോ ഡ്രസ്സും ഫാൻസി ഐറ്റംസും ജ്വല്ലറീസും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ പെൺകുട്ടികളെ ഈ ഉടുപ്പ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വെറുതെനെങ്കിലും എനിക്ക് ആവശ്യമില്ലെങ്കിലും ഞാൻ വെറുതെ അവിടെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യുകയാണേ. തൊപ്പി വണ്ടി പോലെ ശരിക്കും വാങ്ങിയാൽ മതി. എന്താ ടയറൊക്കെ ഉള്ള ഈ ഷൂസ്. അങ്ങനെ ഇവിടുന്ന് അമ്മിമോൻക്കും ആദിക്കും ഓരോ ജീൻസ് കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. എപ്പോഴും ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട്, ഇപ്രാവശ്യം എന്താ അറിയില്ല. അപ്പോൾ അമ്മിമോൻക്കും ആദിക്കും ഓരോരോ ജീൻസ് കിട്ടി, അതെടുത്ത് പിന്നെ ഇലൂനൊരു ഡ്രസ്സും ഒരു കൂട്ടം ഡ്രസ്സും കിട്ടി. അങ്ങനെ അതൊക്കെ ബില്ലാക്കിക്കണ്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നേരെ പോണത് ഇലൂന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇലൂന് വീട്ടിൽ നിന്ന് ഇടാൻ കുറച്ച് ഡ്രസ്സസ് വേണം. അപ്പോൾ ടോപ്പ് 10-ലും 10 on 10-ലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ ആവുമ്പോൾ ഞാൻ സാധാരണ ടോപ്പ് 10-ഒന്നും 10 on 10-ഒന്നും ഒക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങൽ. അത് ചെറിയ കുട്ടികളുടെ ഇവർ പെട്ടെന്ന് വലുതാവുമല്ലേ. അപ്പം നമ്മൾ നല്ല പൈസ കൊടുത്തുകൊണ്ട് വാങ്ങണതിലൊരു കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കൽ. അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ടോപ്പ് 10-എന്നൊക്കെയാണ് സാധാരണ എടുക്കൽ. പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടായിട്ടൊരു കാര്യം ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നാണ് താല്പര്യം, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഷോപ്പിംഗ് വ്ലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് എനിക്ക് ചെയ്യല്ലോ.
ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഇവിടെ ഉള്ളൂ. ഷോപ്പിംഗ് വ്ളോഗ്സൊക്കെ ഇവിടുന്ന് മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. നാട്ടിൽ നിന്ന് എന്താവും എന്നറിയില്ല. നാട്ടിൽ പോയാൽ ഏത് തരം എങ്ങനെ ആവും ഇനി വീഡിയോസ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി നാട്ടിൽ പോയാലും വീഡിയോസ് ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വരും. കാരണം ഇവിടെ മക്കൾക്ക് സ്കൂള് ലീവ് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഈ വർഷത്തെ വിസിറ്റിങ് കഴിഞ്ഞതുകൊണ്ട് പുതിയ വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോണത്. അപ്പം പെട്ടെന്ന് വിസ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് പോരും. അപ്പം എത്രത്തോളം വീഡിയോസ് എടുക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് വീഡിയോസ് എടുക്കണോ വേണ്ടെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ടോപ്പ് 10 എത്തിയിട്ടോ. ടോപ്പ് 10 അമ്മിമോൻക്കും ആദിക്കും ഒന്നും ഇഷ്ടമായില്ല എന്നാണ് ഓല് പറയണത്. ഓല് വിചാരിച്ച ടൈപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഇലൂന് 2 കൂട്ടം വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ് മാത്രമാണ് ഇവിടുന്ന് വാങ്ങിയത് കേട്ടോ. വേറെ ഒന്നും ഇവിടുന്ന് വാങ്ങിയിട്ടില്ല. ഇവിടെ കളക്ഷൻസ് ഇല്ല എന്നല്ല പറയണത്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ക്വാളിറ്റി തോന്നണില്ല. ക്വാളിറ്റി അത്ര പ്രതീക്ഷിക്കാനും പാടില്ല. 11 റിയാലല്ലേ ഉള്ളൂ. എന്നാലും 10 on 10 പോയി നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഷൂസ് ബാഗൊക്കെ നല്ലതുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിയില്ല. ഞാൻ ആകെ ഇവർക്കുള്ള ഡ്രസ്സ് നോക്കാനാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ബാഗ്സും ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ബാഗ് ഞാൻ ഇവിടെ നിന്നല്ല സാധാരണ വാങ്ങൽ. ബാഗ് ഞാൻ ഭവാദിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഷോപ്സിൽ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങൽ. ഇവിടുന്ന് ഞാൻ അങ്ങനെ ബാഗ് വാങ്ങലില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ബാഗും ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കുകയാണ്. കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബാഗ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, കാണാനൊക്കെ രസമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന് 11 റിയാലല്ല കേട്ടോ. ഇതിന് 26 റിയാലുണ്ട് ബാഗിനൊക്കെ. അതുപോലെ ഷൂസിനാണെങ്കിലും ചിലതിന് 26, ചിലതിന് 11 ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇഷ്ടമുള്ള ആൾക്കാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ 10 on 10 എത്തിന്. ടോപ്പ് 10 ഇറങ്ങി. അതുമാത്രം എടുത്തിട്ട് കുറച്ച് വീഡിയോസ് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി 10 on 10 എത്തി. ഇവിടെ ഇപ്പം മുന്നിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഇത് വരികയാണല്ലോ, നാഷണൽ ഡേ വരികയാണ്. അപ്പോൾ ഇലൂനും സ്കൂളിലേക്ക് അതിലേക്ക് ആമിമോൻ്റെ ആദ്യൻ്റെ പ്രശ്നമല്ല. ഓല് സാധാരണ തോപ്പാണ് ഇടല് നാഷണൽ ഡേക്ക്. ഇലൂന് ഒരു ഇത് വാങ്ങണേ ഇനി എന്താണ് ഒരു ഗ്രീൻ, എന്തായാലും ടീച്ചർ പറയും ഇടാൻ. അപ്പോൾ എന്തായാലും അതൊന്ന് വാങ്ങണേ ഇനി. അപ്പോൾ ഇലൂന് നാഷണൽ ഡേക്ക് ആ ഒരു ഗ്രീൻ ഡ്രസ്സ് എടുത്താണ്. ഇതല്ല കേട്ടോ, ഇപ്പം ഞാൻ കാണിച്ചതല്ല. ഇതൊക്കെ ഞാൻ ഒക്കെ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സസ് നോക്കിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ്. കുറച്ച് അവിടുന്ന് കണ്ട ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ്. ഓക്ക് എടുത്ത ഡ്രസ്സുകളും അതുപോലെ മക്കൾക്ക് വാങ്ങിയത്, ഞാൻ നാട്ടിലേക്ക് വാങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിൽ ഞാൻ കാണിക്കണില്ല കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഇതെല്ലാം പാടിയും കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. നാട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ മൊത്തത്തിൽ കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ 11 റിയാലിൻ്റെതും ഉണ്ട്, 21 ഉണ്ട്, 26 ഉണ്ട്. ഇതിൻ്റെ മേലേക്കില്ല കേട്ടോ. ഈ ഒരു റേറ്റിനൊക്കെ ഉള്ളതാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്നതിനൊക്കെ 26 റിയാലാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇടുന്നതിനേക്കാളും ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് കാണാൻ. വീട്ടിൽ നിന്ന് ഇടാനാണെങ്കിലും മക്കൾക്കും സുഖമാണ് ഇടാൻ. ഇന്നത്തെ ഷോപ്പിംഗ് മക്കളത് മാത്രമായതുകൊണ്ട് ഇന്ന് ഞാൻ ഇൻ്റെ ഭാഗത്തേക്കൊന്നും പോയി നോക്കിയിട്ടില്ല കേട്ടോ. മക്കൾക്കുള്ള വീട്ടിൽ നിന്ന് ഇടാന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ന്
വീട്ടിൽ നിന്ന് ഇടാനുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആ ഒരു ഇത് മാത്രമേ നോക്കണുള്ളൂ. എല്ലാം കൂടെ ഒറ്റ ദിവസം നോക്കാൻ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ ഇക്കാക്കക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ കുട്ടികളെ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കൾക്കുള്ളത് മാത്രമേ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് കൂടുതലും കിട്ടിയത് മോക്കുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ ഇത് കഴിഞ്ഞ്. അപ്പോൾ ഓക്ക് ഇനി എടുക്കണില്ല. ഓക്കുള്ളതൊക്കെ ഇന്ന് എടുത്ത് കഴിഞ്ഞ്. മക്കൾക്ക് ആൺകുട്ടിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ സെറ്റായിട്ടാണ് ഞാൻ നോക്കിയത്. ഇങ്ങനെ പാൻറ്റും ടോപ്പും സെറ്റ് വരുമല്ലോ, അങ്ങനത്തതാണ് നോക്കിയത്. പക്ഷേ അത് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും ഇങ്ങനെ ഇറങ്ങേണ്ടി വരും ഷോപ്പിങ്ങിന്, സെർച്ച് ചെയ്യേണ്ടി വരും ഓരോ സ്ഥലത്തുനിന്ന്. അപ്പം അങ്ങനെ ഇവിടെ അതേപോലെ ചെരുപ്പുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഇത്ര കളക്ഷൻസ് ഒന്നും അല്ല സാധാരണ ഉണ്ടാവല്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാ ഷോപ്പിലും കളക്ഷൻസ് കുറവാണ്. സാധാരണ നല്ല നല്ല ഭംഗിയുള്ള ഷൂസ് ഇതൊക്കെ ഉണ്ടാവലുണ്ട് ഇവിടെ. ഇലൂന് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഷൂ എടുക്കുകയുള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ എനിക്ക്. ഞാൻ ടോപ്പ് 10 എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു 25-ൻ്റെ ഷോപ്പുണ്ട്, അവിടെ നിന്ന് എടുക്കലുണ്ട്. അഡിഡാസ് അങ്ങനത്തെ ബ്രാൻഡഡ് ഐറ്റംസും എടുക്കലുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങൽ. എനിക്ക് അങ്ങനെ ബ്രാൻഡഡ് തന്നെ വേണം, നല്ല വിലൻ്റെത് വേണം അങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ ടോപ്പ് 10 25 ഒക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇലൂന് ഞാൻ വാങ്ങൽ. ആൺകുട്ടികളത് പിന്നെ പെൺകുട്ടികൾ അത്ര കളക്ഷൻസൊന്നും ഇങ്ങനത്തെ ഷോപ്സിലൊന്നും കാണലില്ല. ഓല് കൂടുതലും അഡിഡാസ്, നൈക്ക് ആ ഒരു ഇതൊക്കെയാണ് വാങ്ങൽ. അപ്പോൾ ഇലൂൻ്റെ പിന്നെ ഞാൻ അങ്ങനെ നോക്കലില്ല. ആൺകുട്ടികളത് പിന്നെ ഇക്കാക്കൻ്റെ സെലക്ഷനാണ് കൂടുതലും ഉണ്ടാവൽ. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇക്കാക്കാണ് ഓൾതൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങൽ. ഇക്കാക്ക കുറച്ച് റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കക്ക് പൊതുവേ ഇങ്ങനെ ഇവിടെ നിന്നൊന്നും വാങ്ങണതിന് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റേ ഇല്ല. എനിക്ക് കാണാൻ ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും എടുക്കും, എവിടെ നിന്നും എടുക്കും. ഞാൻ അങ്ങനെ ഇതിന് പൈസ കുറവായതുകൊണ്ട് ഇത് ക്വാളിറ്റി ഇല്ലല്ലോ അങ്ങനെ വിചാരിച്ചിക്കാണ്ട് വേഗം കേടുവരുമോ അങ്ങനെയൊന്നും വിചാരിച്ചിക്കാണ്ട് ഞാൻ നിൽക്കലില്ല. എനിക്ക് കാണാൻ ഭംഗിയാണ് വേണ്ടിയത്. ഇപ്പോൾ ഇലൂനൊരു ഉടുപ്പ് എടുത്താൽ അതിലേക്ക് മാച്ചായിട്ടൊരു ഷൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ നിന്നായിരിക്കും ചിലപ്പം കിട്ടും. ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു ഷൂ ഒക്കെ വാങ്ങിയാൽ അത് കുറേ കാലം ഇടൂലല്ലോ. ഓല കാല് പെട്ടെന്ന് വലുതായി വരല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ അത് ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പം ഞാൻ കൂടുതലും ഇവിടെ നിന്നൊക്കെ വാങ്ങാനാണ് ശ്രമിക്കൽ. അങ്ങനെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.